എല്ലാവർക്കും ദിശ അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലോട്ട് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജോഗ്രഫിയുടെ സെക്കൻഡ് ക്ലാസ് വരെയായിരുന്നു നമ്മൾ കംപ്ലീറ്റ് ചെയ്തത്. ഇന്ന് നമ്മൾ തേർഡ് ക്ലാസ്സിലോട്ടാണ് പോകുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇത് എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ക്ലാസ്സാണ്. അപ്പം ഇന്ത്യൻ ജോഗ്രഫിയുടെ മൂന്നാമത്തെ ക്ലാസ്സാണ്. നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. അപ്പം ഞാനാണെങ്കിൽ ഫസ്റ്റ് ക്ലാസ് ഇന്ത്യൻ ജോഗ്രഫി തുടങ്ങിയപ്പോൾ തൊട്ട് നമുക്ക് ആ ടോപ്പോഗ്രഫിക് ഡിവിഷൻ, ഇന്ത്യയുടെ ടോപ്പോഗ്രഫിക് ഡിവിഷൻ അനുസരിച്ച് ഇന്ത്യനെ എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടെന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലേ, മെയിൻ ക്ലാസിഫിക്കേഷനൊക്കെ നമ്മൾ നോക്കി. അതിൽ നമ്മൾ നോർത്തേൺ മൗണ്ടെയിൻസ് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇനി നോർത്തേൺ മൗണ്ടെയിൻസ് കഴിഞ്ഞിട്ട് ഇതാണ് നോർത്തേൺ മൗണ്ടെയിൻസ് എന്ന് പറയുന്നത് അല്ലേ. ഈ നോർത്തേൺ മൗണ്ടെയിൻസ് കഴിഞ്ഞിട്ട് അതിൻ്റെ സൗത്തായിട്ട് നോർത്തേൺ മൗണ്ടെയിൻസിൻ്റെ സൗത്ത്, ഇത് നോർത്ത് സൈഡാണ്. ഈ നോർത്തേൺ മൗണ്ടെയിൻസിൻ്റെ സൗത്തിലായിട്ട് നമുക്ക് കാണപ്പെടുന്ന ഈ ഒരു ടോപ്പോഗ്രഫിക്കൽ ഡിവിഷനാണ് എന്ന് പറയുന്നത് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നോർത്തേൺ മൗണ്ടെയിൻ നോർത്ത് സൈഡ്, അതിൻ്റെ സൗത്ത് താഴെയായിട്ട് കാണപ്പെടുന്ന പ്ലെയിൻ ആണ് എന്ന് പറയുന്നത് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ. ഇത് എവിടെയൊക്കെയാണ് എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുന്നത് നോക്കിയാൽ ഇതെന്താണ്? ഇത് പാകിസ്ഥാനാണ് അല്ലേ. ഇത് പാകിസ്ഥാനാണ്. പാകിസ്ഥാൻ മുതൽ ഇത് ഇങ്ങോട്ടുണ്ട് കേട്ടോ, ഇന്ത്യയുടെ ഇങ്ങോട്ടുണ്ട്. പാകിസ്ഥാൻ മുതൽ ഇന്ത്യ കവർ ചെയ്താ ഇങ്ങോട്ട് പോകുന്നുണ്ട്. ഇങ്ങോട്ട് പോകുന്നത് എന്തിൻ്റെ സൈഡിലോട്ടാണ്? ബംഗ്ലാദേശിൻ്റെ സൈഡിലാണ്. ബംഗ്ലാദേശിൻ്റെ സൈഡിലോട്ടാണ് പോകുന്നത്. അപ്പം ഏതൊക്കെ രാജ്യങ്ങളിലൂടെയാണ് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാന്, അതേപോലെ തന്നെ ഇന്ത്യ, ബംഗ്ലാദേശ്. അതേസമയത്ത് നമ്മൾ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൻ ആണെങ്കിൽ 6 രാജ്യങ്ങളിലൂടെയും ഇന്ത്യയിലെ 11 സ്റ്റേറ്റിൽ കൂടെയാണ് കടന്നു പോകുന്നത്. ഏതൊക്കെയാണ് 6 രാജ്യങ്ങൾ? പാകിസ്ഥാനുണ്ട്, അഫ്ഗാനിസ്ഥാനുണ്ട്, ഇന്ത്യയുണ്ട്, നേപ്പാളുണ്ട്, ഇന്ത്യയുണ്ട്, നേപ്പാളുണ്ട്, ചൈനയുണ്ട്, അതേപോലെ ഭൂട്ടാനുണ്ട്. ഇങ്ങനെ 6 രാജ്യങ്ങളിലൂടെയാണ് നോർത്തേൺ മൗണ്ടെയിൻ പോകുന്നതെങ്കിൽ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ പോകുന്നത് പാകിസ്ഥാന്, ഇന്ത്യ, ബംഗ്ലാദേശ്. ലോകത്തിലെ തന്നെ ഏറ്റവും ഫെർട്ടൈൽ ആയിട്ടുള്ള സോയിൽ കാണപ്പെടുന്നത്, അതായത് അലൂവിയൽ സോയിലായിട്ട്, എക്കൽ മണ്ണെന്നൊക്കെ പറയില്ല, ഈ അലൂവിയൽ സോയിൽ ധാരാളമായിട്ട് കാണപ്പെടുന്ന ഒരു ഏരിയയും കൂടിയാണ് ഈ ഏരിയ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയും എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ അല്ലേ? കാരണം ഇവിടെ ആൾക്കാർക്ക് ജീവിക്കാനുള്ള സാഹചര്യം പൊതുവെ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷനാണ്. കാരണം കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അലൂവിയം സോയിലിന്റെ ഡിപ്പോസിഷൻ ഈ ഏരിയയിൽ വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്ന സ്ഥലം, ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്ന സ്ഥലവും ഈ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ്റെ ഭാഗമാണ്. ഇന്ത്യയിലെ 40% കൂടുതൽ പോപ്പുലേഷൻ, ഏകദേശം 1/3 പോപ്പുലേഷനിൽ കൂടുതൽ എവിടെയാണ്? ഈ ഒരു റീജിയനിലാണ്. ഏകദേശം ഒരു 90 crores എബോ ആൾക്കാർ ഇത്രയും ഭാഗത്തായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? താമസിക്കുന്നുണ്ട്. ഏതൊക്കെയാണ് ഈ ഭാഗം? രാജസ്ഥാന്റെ കുറച്ച് ഭാഗമുണ്ട്, ഹരിയാനയുണ്ട്, അതുപോലെ പഞ്ചാബ് ഉണ്ട്, ഉത്തരാഖണ്ഡ് ഉണ്ട്, അതുപോലെ UP, ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ ഈ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ കടന്നു പോകുന്നത് ഇന്ത്യൻ ഏത് സ്റ്റേറ്റ് ആണെന്ന് വെച്ചാൽ UP ആണ്. അതേപോലെ തന്നെ ബീഹാർ, വെസ്റ്റ് ബംഗാൾ എല്ലാം എന്തിൻ്റെ പാർട്ടാണ്? ആസാം. ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ആസാം ഇതെല്ലാം എന്തിൻ്റെ പാർട്ടാണ്? നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിനിൻ്റെ പാർട്ടാണ്. നോക്കിക്കേ, ഹിമാലയൻ റിവേഴ്സ് ആയിട്ടുള്ള സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ആരൊക്കെയാണ്? സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. ഇവരുടെ ട്രിബ്യൂട്ടറീസ് ഇങ്ങനെ ഫ്ലോ ചെയ്യുന്ന വഴി ഡിപ്പോസിറ്റ് ചെയ്തു പോകുന്ന മണ്ണ്, ആ ഡിപ്പോസിഷനാണ്, അവരുടെ ഡിപ്പോസിഷനാണ് ഈ ഒരു റീജിയൻ എന്ത് ചെയ്തത്? ഫോം ചെയ്യാൻ കാരണമായത്. അപ്പൊ ഇങ്ങനെ ഫ്ലോ ചെയ്ത് വരുന്നതിന്റെ കൂട്ടത്തിൽ അവർ കൊണ്ടുവരുന്ന ഡിപ്പോസിറ്റ് ആണ് ഇവിടെ എന്തായത്? ഇങ്ങനെ ഒരു പ്ലെയിൻ രൂപീകൃതമാകാൻ കാരണമായത്. അപ്പൊ നോക്കിക്കേ, വെസ്റ്റ് സൈഡിലെ സിന്ധുവും അതുപോലെ തന്നെ ഈസ്റ്റ് സൈഡിലെ ബ്രഹ്മപുത്രയുടെയും ഇടയിലാണ് എന്തെന്ന് പറയുന്നത്? ഈ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ പോകുന്നത്. എങ്ങനെയാണ്? വെസ്റ്റ് സൈഡിൽ ആരാണ്? സിന്ധുവിന്റെ ട്രിബ്യൂട്ടറീസും അതുപോലെ ബ്രഹ്മപുത്ര ഈസ്റ്റ് സൈഡിലുണ്ട്, മിഡിൽ എന്തുണ്ട്? ഗംഗയുണ്ട്. അപ്പം ഇങ്ങനെയാണ് എന്തെന്ന് പോകുന്നത്? ഈ ഒരു ഇടയിലാണ് നമ്മുടെ ഈ റിവേഴ്സിന്റെ ഡിപ്പോസിഷനാണ് ഈ ഒരു പ്ലെയിൻ ഫോം ചെയ്യാനായിട്ട് കാരണമാകുന്നത്. ഈ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നതും പഠിച്ചതുമായ ടോപ്പോഗ്രഫിക് ഡിവിഷനിൽ ഏറ്റവും യങ്ങസ്റ്റ് ആരാണെന്ന് ചോദിച്ചാൽ ഈ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസ് ആയിരിക്കും. ഓക്കെ അല്ലേ? അപ്പൊ ഈ ഇത്രയും ഇവിടുത്തെ ഒരു ജനറൽ കാര്യങ്ങളാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത്. ഇനി നമുക്ക് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസിന്റെ മെയിൻ പോയിന്റ്സുകൾ നോക്കാം.
alluvium soil. The plain is one of the most extensive stretches of the alluvium in the world and is deposited by the rivers Indus, Ganga, Brahmaputra and their tributaries. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ ഇൻഡസ് അതായത് സിന്ധു നദി, ഗംഗ, ബ്രഹ്മപുത്ര ഇവരുടെ ട്രിബ്യൂട്ടറീസിന്റെ ഒക്കെ എന്താണ് ഡിപ്പോസിഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അലൂവിയം സോയിൽ, എക്കൽ മണ്ണ് ഏറ്റവും കൂടുതൽ അടങ്ങിയ, ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ അടങ്ങിയ ഒരു റീജിയൻ ആണ് ഈ ഗ്രേറ്റ് നോർത്തേൺ പ്ലെയിൻസ് എന്ന് പറയുന്നത്. ഏകദേശം ഇതിന്റെ ലെങ്ത് വരുന്ന 2400 കിലോമീറ്റർ ലെങ്ത്തും ഏകദേശം ഒരു 240 320 ഇടയ്ക്ക് വിട്ടുമാണ് ഇതിന്റെ ഒരു റീജിയൻ എന്ന് പറയുന്നത്. വിട്ടിങ്ങനെ മാറി മാറി വരും. ഏകദേശം 7 lakh സ്ക്വയർ കിലോമീറ്റർ ഈ ഒരു റീജിയൻ എന്ത് ചെയ്യുന്നുണ്ട്, കവർ ചെയ്യുന്നുണ്ട്. 7 lakh സ്ക്വയർ കിലോമീറ്റർ കവർ ചെയ്യുന്നുണ്ട്. 2400 കിലോമീറ്റർ എന്തുണ്ട്, ഇതിന് നീളമുണ്ട്. 240 മുതൽ 320 കിലോമീറ്റർ വിട്ട് ഇത് വേരി ചെയ്യുന്നു. ഇനി നമുക്ക് ഈ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ അല്ലെങ്കിൽ ഗ്രേറ്റ് നോർത്തേൺ പ്ലെയിനെ നമുക്ക് എത്രയായിട്ട് ഡിവൈഡ് ചെയ്യാന്നറിയാമോ? 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. എങ്ങനെയാണെന്ന് നോക്കിയാൽ രാജസ്ഥാൻ പ്ലെയിൻ അല്ലെങ്കിൽ മരുസ്ഥലി ഭാഗ് പ്ലെയിൻ എന്ന് ഡിവൈഡ് ചെയ്യാൻ പറ്റും. രണ്ടാമത്തത് പഞ്ചാബ് ഹരിയാന പ്ലെയിൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. മൂന്നാമത്തത് ഗംഗാറ്റിക് പ്ലെയിൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ ബ്രഹ്മപുത്ര പ്ലെയിന് നാലാമത് നമുക്ക് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഇതിനെ ആസാം പ്ലെയിൻ എന്നും പറയാൻ പറ്റും. ഓക്കെ, ഈ രാജസ്ഥാൻ പ്ലെയിൻ ഫോം ചെയ്യുന്നത് ലൂണി റിവറും അതേപോലെ തന്നെ സരസ്വതി റിവറും. ഈ സരസ്വതി റിവർ ഇപ്പം മണ്ണിന്റെ അടിയിൽ കൂടെ ഒഴുകുന്നെന്നാണ് വിശ്വസിക്കുന്നത്. അപ്പൊ ലൂണി റിവറും അതേപോലെ സരസ്വതി റിവറിന്റെയും എന്താണ് ആ ഒരു പ്ലെയിനിലാണ്, ആ നദിയാണ് ഈ രാജസ്ഥാൻ പ്ലെയിൻസ് ഫോം ചെയ്യാൻ കാരണമാവുന്നത്. പഞ്ചാബ് ഹരിയാന പ്ലെയിൻസ് എങ്ങനെയാണ്? സിന്ധുവിന്റെ പോർഷൻ, സിന്ധു അല്ലെങ്കിൽ ഇൻഡസ് എന്ന് പറയാം അല്ലെ. ഇൻഡസിന്റെ എന്താണ് പോഷക നദികളും അല്ലെങ്കിൽ ട്രിബ്യൂട്ടറീസും ചേർന്നതാണ് പഞ്ചാബ് ഹരിയാന പ്ലെയിൻ. ഗംഗാറ്റിക് പ്ലെയിൻ ആ പേര് തന്നെ ഉണ്ടല്ലോ. എന്തൊക്കെയാണ് ഗംഗാറ്റിക് പ്ലെയിൻ എന്ന് പറയുന്നത്? ഗംഗയുടെ ട്രിബ്യൂട്ടറീസിന്റെ. അപ്പൊ ഈ ഗംഗാറ്റിക് പ്ലെയിൻസിൽ വരുന്ന റീജിയൻ നോക്കുകയാണെങ്കിൽ ഉത്തരാഖണ്ഡിന്റെ ഒരു ചെറിയ പോർഷൻ ഉണ്ട്. ഉത്തരാഖണ്ഡ് ഉണ്ട്, UP ഉണ്ട്, അതേപോലെ ബീഹാർ ഉണ്ട്, അതുപോലെ തന്നെ വെസ്റ്റ് ബംഗാൾ ഉണ്ട്. പിന്നെ ബ്രഹ്മപുത്ര പ്ലെയിൻസിൽ ആസാം പ്ലെയിൻ എന്ന് പറയാൻ കാരണം അത് കവർ ചെയ്യുന്ന ഏരിയ എന്ന് പറയുന്നത് ആസാമിലാണ്. അപ്പം നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസിനെ നമുക്ക് 4 ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അതിൽ ഇൻഡസിന്റെ ട്രിബ്യൂട്ടറീസും ഫോം ചെയ്യുന്ന പഞ്ചാബ് ഹരിയാന പ്ലെയിൻ ഉണ്ട്, ലൂണിയും സരസ്വതിയും ഫോം ചെയ്യുന്ന രാജസ്ഥാൻ പ്ലെയിൻ ഉണ്ട്, ഗംഗാറ്റിക് പ്ലെയിൻസ് ഉണ്ട്, അതേപോലെ തന്നെ ബ്രഹ്മപുത്ര പ്ലെയിൻ അല്ലെങ്കിൽ ആസാം പ്ലെയിൻ ഉണ്ടായിരിക്കും. ക്ലിയർ അല്ലേ? അടുത്തതാ ഗ്രേറ്റ് നോർത്തേൺ പ്ലെയിനില് റിച്ച് ആയിട്ടുള്ള സോയിൽ കണ്ടിട്ടുണ്ടല്ലോ, അതേപോലെ തന്നെ എന്തുണ്ട്, വാട്ടർ കണ്ടന്റ് ഉണ്ട്. കാരണം ഈ നദികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ലോണം വെള്ളം ഒഴുകി പോകുന്നു, നല്ല വെള്ളമുള്ള നദികളാണ് അല്ലെ. അപ്പൊ ഫേവറബിൾ ക്ലൈമറ്റ് ആണ് ഇവിടുത്തെ. ആർക്ക് താമസിക്കാനും മനുഷ്യരെ താമസിക്കാനും അഗ്രികൾച്ചറിനൊക്കെ ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ ആണ്. അതുകൊണ്ട് തന്നെ ഇത് പ്രൊഡക്റ്റീവ് പാർട്ടാണ് അല്ലെ. അഗ്രികൾച്ചറിലെ ഒരു ഭയങ്കര പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. 50% ഓഫ് റൈസും അതേപോലെ 70% ഓഫ് വീറ്റ് അഥവാ ഗോതമ്പും കൃഷി ചെയ്യുന്നത് ഈ ഒരു റീജിയൻ ആണ്. ഇന്ത്യയിൽ ആകെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതിന്റെ 50% നെല്ലും അതേപോലെ 70% ഗോതമ്പും ഈ ഒരു റീജിയനിലാണ് എന്ത് ചെയ്യുന്നത്, അത് കൃഷി ചെയ്യുന്നത്. അവിടെ ഈ ഒരു പ്രദേശത്താണ് എന്ത് ചെയ്യുന്നത്, കൃഷി ചെയ്യുന്നത്. അപ്പം ഈ റിവേഴ്സ്, അതായത് ഏത് റിവേഴ്സ് ആണ്, നമ്മുടെ ഈ നോർത്തേൺ ഹിമാലയത്തിലെ റിവേഴ്സ് ഈ മൗണ്ടെയിൻസിൽ നിന്ന് എന്താണ് ആ ഡിപ്പോസിഷനുള്ള വർക്ക് അവർ ഡിപ്പോസിറ്റ് ചെയ്യുന്നത് എന്തുണ്ടാക്കും, ഈ ഒരു പ്ലെയിൻ ഫോം ചെയ്യാൻ കാരണമാകും. അതുപോലെ തന്നെ ഇങ്ങനെ ഒഴുകി വരുന്ന റിവേഴ്സിന്റെ സ്ലോപ്പ് ഉള്ളതുകൊണ്ട്, അതായത് ഈ ഏരിയയ്ക്ക് ഒരു സ്ലോപ്പ് ഉണ്ട്, താഴോട്ട് പോകുന്നുണ്ട്. സ്ലോപ്പ് ഉണ്ടായതുകൊണ്ട് തന്നെ ഇവർ എന്ത് ഫോം ചെയ്യുന്നറിയാമോ, റിവറൈൻ ഐലൻഡുകൾ ഫോം ചെയ്യും. റിവറൈൻ ഐലൻഡുകൾ എന്ന് വെച്ചാൽ എന്താണ്, ഐലൻഡ് എന്ന് വെച്ചാൽ ചുറ്റുമേ വെള്ളത്താൽ ചുറ്റപ്പെട്ടത് എന്നാണ്. റിവറിന്റെ ഐലൻഡ് എന്ന് വെച്ചാൽ റിവറിന്റെ ഇതുപോലെ ഒരു ഏരിയ, അതിന് ചുറ്റും റിവർ ആയിരിക്കും. അങ്ങനെ റിവറൈൻ ഐലൻഡ് ഫോം ചെയ്യും ഈ ഒരു ഏരിയയിൽ. അങ്ങനെ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റിവറൈൻ ഐലൻഡ് ഈ പ്രദേശത്താണ്, നമ്മുടെ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിനിലാണുള്ളത്. അത് ഏതാണെന്നറിയാമോ, അത് മാജുലി ആണ്. ബ്രഹ്മപുത്ര റിവറിലാണ് മാജുലി എന്ന് പറയുന്നത് റിവറൈൻ ഐലൻഡ് ഉണ്ടായത്. ഇത് ഏതാ സ്റ്റേറ്റ് എന്ന് ചോദിച്ചാൽ ആസാമാണ് കേട്ടോ, ആസാമിലാണ് ഉണ്ടായത്. അപ്പൊ മാജുലി ബ്രഹ്മപുത്ര റിവറിന്റെ ഒരു റിവറൈൻ ഐലൻഡ് ആണ്.
ആസാമിലാണ് ഉള്ളത്. മാജുലി ഫെസ്റ്റിവൽ ഒക്കെ നടക്കുന്നത് ഈ മാജുലി ഐലൻഡിലാണ്. അപ്പൊ മാജുലി, ബ്രഹ്മപുത്ര റിവർ, ആസാം എവിടെയാണുള്ളത്? നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിനിന്റെ പാർട്ടാണ്. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഏതാണെന്ന് അറിയാവോ നിങ്ങൾക്ക്? ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ആയിട്ടുള്ള സുന്ദർബനിലെ സുന്ദർബൻ സുന്ദർബൻ എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളാണ്. ഇതും എന്തിന്റെ പാർട്ടാണ്? ഇതും നോർത്തേൺ പ്ലെയിനിന്റെ പാർട്ടാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഡെൽറ്റയും ഏറ്റവും വലിയ റിവറൈൻ ഐലൻഡും ഈ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിനിന്റെ പാർട്ട് ആണ്. നെക്സ്റ്റ് പെനിൻസുലാർ പ്ലേറ്റ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മൾ ആ നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ എന്ന് പറയുന്നത് അത്യാവശ്യം ഒരു എന്താണ് നീളമുള്ള ഏരിയ ആണ്. അതിന് താഴെ, അതായത് സൗത്ത് പോർഷനിൽ കാണപ്പെടുന്ന ഏറ്റവും ഇന്ത്യയിലെ ടോപ്പോഗ്രഫിയിൽ തന്നെ ഏറ്റവും വലിയ ടോപ്പോഗ്രഫിക് ഡിവിഷനാണ് ഈ പെനിൻസുലാർ പ്ലേറ്റ്യൂ എന്ന് പറയുന്നത്. ഈ പെനിൻസുലാർ പ്ലേറ്റ്യൂ എന്ന് പറയുന്നത് പ്ലേറ്റ്യൂവിന്റെ നോർത്തേൺ സൈഡിൽ ആരാണുള്ളത്? ഗ്രേറ്റ് പ്ലെയിൻ ആണുള്ളത്, നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻ ആണ്. അതേപോലെ തന്നെ എന്താണ് ഈസ്റ്റ് സൈഡിൽ, വെസ്റ്റ് സൈഡിലായിട്ട് നമുക്ക് ആ ഒരു പിക്ചർ നോക്കിയിട്ട് ദേടാ. ഇപ്പം ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് പെനിൻസുലാർ പ്ലേറ്റ്യൂ എന്ന് പറയുന്നത്. ഈ പെനിൻസുലാർ പ്ലേറ്റ്യൂ നമ്മൾ എടുത്തു നോക്കിയാൽ ഇതിന്റെ നോർത്തേൺ സൈഡിൽ എന്താണ്? ഹിമാലയം മൗണ്ടെയിനും അതേപോലെ തന്നെ എന്തുണ്ട്? ഗ്രേറ്റ് പ്ലെയിനും ഉണ്ട്. ഈസ്റ്റേൺ സൈഡിൽ നോക്കുകയാണെങ്കിൽ ആരവല്ലി ഉണ്ട് കേട്ടോ, ആരവല്ലി ഉണ്ട്. അതേപോലെ തന്നെ വെസ്റ്റേൺ സൈഡിൽ നോക്കുകയാണെങ്കിൽ, ഇതിന്റെ വെസ്റ്റേൺ സൈഡിൽ നോക്കുകയാണെങ്കിൽ ഈ നോർത്ത് വെസ്റ്റേൺ സൈഡിൽ ആരവല്ലി ഉണ്ട്. വെസ്റ്റേൺ സൈഡ്, പടിഞ്ഞാറ് ഭാഗത്ത് വെസ്റ്റേൺ സൈഡിൽ വെസ്റ്റേൺ ഗാഡ്സ് ഉണ്ട്. അതേപോലെ കിഴക്ക് വശത്ത് ഈസ്റ്റ് സൈഡിൽ ഈസ്റ്റേൺ ഗാഡ്സ് അല്ലെങ്കിൽ പൂർവാദ്രി എന്നൊക്കെ നമ്മൾ പറയും, പൂർവാദ്രി ഉണ്ട്. അങ്ങനെ ഇത് കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇങ്ങനെ കിടക്കുകയാണ് ഈ എന്തെന്ന് പറയുന്നത് നമ്മുടെ ഈ പ്ലേറ്റ്യൂ എന്ന് പറയുന്നത്, പെനിൻസുലാർ പ്ലേറ്റ്യൂ എന്ന് പറയുന്നത്. ഈ പെനിൻസുലാർ പ്ലേറ്റ്യൂവിനെ തന്നെ നമുക്ക് ഡെക്കാൻ എന്നും സെൻട്രൽ ഹൈലാൻഡ് എന്നും രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. അത് ഈ നർമ്മദ റിവർ ഫ്ലോ ചെയ്യുന്നതിന്റെ മുകൾ വശത്ത് സെൻട്രൽ ഹൈലാൻഡും താഴെ ഡെക്കാൻ പ്ലേറ്റ്യൂവും ആയിരിക്കും. അപ്പൊ ഈ ഒരു ഫിഗർ ഏകദേശം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ആ എക്സ്പ്ലനേഷനിലോട്ട് പോവാം, അപ്പൊ നിങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സിലാവും. പെനിൻസുലാർ പ്ലേറ്റ്യൂ എന്ന് പറയുന്നത് ഒരു ടേബിൾ ലാൻഡ് ആണ്, പീഠഭൂമിയാണ്. ടേബിൾ ലാൻഡ് ആണ് പെനിൻസുലാർ പ്ലേറ്റ്യൂ എന്ന് പറയുന്നത്. ഇത് ശരിക്കും ഓൾഡ് ക്രിസ്റ്റലൈൻ ഇഗ്നീഷ്യസ് മെറ്റാമോർഫിക് റോക്കുകൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. സമുദ്രനിരപ്പിൽ, അതായത് നമ്മുടെ സീ ലെവലിൽ നിന്നും എന്താണ് ഉയരത്തിലാണ്, ഒരു 600 മീറ്റർ ഒക്കെ ഹൈറ്റിലാണ് ഈ പെനിൻസുലാർ പ്ലേറ്റ്യൂ ഉള്ളത്. ഈ പ്ലേറ്റ്യൂ എന്ന് പറയുന്നത് സൗത്ത് ഓഫ് ഗ്രേറ്റ് നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിൻസിന്റെ സൗത്തിൽ താഴെയായിട്ടാണ്. ഇത് ലാർജസ്റ്റ് ഫിസിയോഗ്രാഫിക് ഡിവിഷൻ ആണ്. നമ്മുടെ രാജ്യത്തിന്റെ ഏറ്റവും ലാർജസ്റ്റ് ഫിസിയോഗ്രാഫിക് അല്ലെങ്കിൽ ടോപ്പോഗ്രാഫിക് ഡിവിഷൻ ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് പെനിൻസുലാർ പ്ലേറ്റ്യൂ ആണ്. ഏകദേശം അതൊരു 16 lakh square kilometer, 16 lakh square kilometer ആണ് ഇതിന്റെ ഒരു എന്തെന്ന് പറയുക ഏരിയ എന്ന് പറയുന്നത്. വളരെ വലിയൊരു ഏരിയ ആണ് അല്ലെ 16 lakh square kilometer എന്ന് പറയുന്നത്. ഇനി ആരവല്ലി ഹിൽസ് ആണ് ഇതിന്റെ നോർത്ത് വെസ്റ്റേൺ ബൗണ്ടറി എന്ന് പറയുന്നത്. നോക്കിക്കേ, പെനിൻസുലാർ പ്ലേറ്റ്യൂ എന്ന് പറയുന്നത് ഏകദേശം എന്താണ്, ഇങ്ങനെ ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ ഇരിക്കുകയാണെങ്കിൽ ഇത് നോർത്താണ്, ഇത് നോർത്താണ്, ഇത് വെസ്റ്റ് ആണ്, ഇത് ഈസ്റ്റ് സൈഡാണ്, ഇത് ഈസ്റ്റ് സൈഡാണ് നോർത്ത്, ഇത് സൗത്ത് സൈഡാണ്. ഇങ്ങോട്ട് സൗത്ത് സൈഡ്, ഇത് ഈസ്റ്റ്, ഇത് വെസ്റ്റ്. ഓക്കെ, അപ്പൊ ഇതിന്റെ നോർത്ത് എന്താണ്, നോർത്ത് വെസ്റ്റേൺ സൈഡിൽ, അതായത് ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്, ആരവല്ലിയാണ് കേട്ടോ. ഈ ഒരു ഭാഗത്ത് ഏതാണ്, ആരവല്ലിയാണ്. ഈ ആരവല്ലി എന്ന് പറഞ്ഞാൽ ആക്ച്വലി നമ്മുടെ ഗുജറാത്ത് തൊട്ട് രാജസ്ഥാനിലൂടെ ഇതെന്താണ്, ഡൽഹി വരെയാണ് ഇതിന്റെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത്. ഗുജറാത്ത് ടു ഡൽഹി ആണ് ആരവല്ലിയുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഈ ആരവല്ലി എവിടെയാണ്, നോർത്ത് വെസ്റ്റേൺ റീജിയൻ ആണ്. ആരുടെ നോർത്ത് വെസ്റ്റേൺ ആണ്, പെനിൻസുലാർ പ്ലേറ്റ്യൂവിന്റെ നോർത്ത് വെസ്റ്റില് ആരവല്ലി ഉണ്ട്. അതേപോലെ തന്നെ നോർത്ത് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ ബൗണ്ടറി എന്ന് പറയുന്നത് ബുണ്ടൽഖണ്ഡ് അപ്ലാൻഡ്, കൈമൂർ ആൻഡ് രാജ്മഹൽ ഹിൽസ്. ഇതിന്റെ നോർത്ത് ഈസ്റ്റേൺ സൈഡിലാണെങ്കിൽ എന്താണ്, ബുണ്ടൽഖണ്ഡ് അപ്ലാൻഡ്, അതുപോലെ തന്നെ
ബുണ്ടൽഖണ്ഡ് അപ്ലാൻഡ്, അതേപോലെ തന്നെ എന്താണ് കൈമൂർ, രാജ്മഹൽ ഒക്കെയാണ് എവിടെ നോർത്ത് ഈസ്റ്റേൺ സൈഡിലായിട്ട് വരുന്നത്. അതുപോലെ തന്നെ വെസ്റ്റേൺ സൈഡിൽ എന്താണ് വെസ്റ്റേൺ ഗാട്സ് ആണ്. വെസ്റ്റേൺ ഗാട്സ്. അതുപോലെ ഈസ്റ്റേൺ സൈഡിൽ എന്താണ് ഈസ്റ്റേൺ ഗാട്സ്. ഈ വെസ്റ്റേൺ ഗാട്സും ഈസ്റ്റേൺ ഗാട്സോടെ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ് നീലഗിരി. നീൽഗിരിയിലാണ് വെസ്റ്റേൺ ഗാർഡും ഈസ്റ്റേൺ ഗാർഡും മീറ്റ് ചെയ്യുന്നത്. ഈ വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള മലനിരകളാണ്. പക്ഷെ ഈസ്റ്റേൺ ഗാർഡ്സ് എന്താണ് ഗ്യാപ്പ് ഉണ്ട് കേട്ടോ. ഈസ്റ്റേൺ ഗാർഡ്സ് കണ്ടിന്യൂസ് അല്ല, വെസ്റ്റേൺ ഗാർഡ്സ് എന്താണ് കണ്ടിന്യൂസ് ആണ്. അപ്പം നോക്കിക്കേ, ഈ പെനിൻസുലാർ പ്ലേറ്റ്യൂ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നോർത്ത് വെസ്റ്റേൺ സൈഡിലെ ആരവല്ലിയാണ്, അതേപോലെ വെസ്റ്റേൺ സൈഡിലെ വെസ്റ്റേൺ ഗാർഡ്, ഈസ്റ്റേൺ സൈഡിലെ ഈസ്റ്റേൺ ഗാർഡ്സ്, നോർത്ത് ഈസ്റ്റേൺ സൈഡില് ബുണ്ടൽഖണ്ഡ്, അതുപോലെ കൈമൂർ, രാജ്മഹൽ ഹിൽസ് ആയിരിക്കും. ഇങ്ങനെ സറൗണ്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ പെനിൻസുലാർ പ്ലേറ്റ്യൂടെ. അടുത്തത് ഇതിന്റെ ഓൾട്ടിറ്റ്യൂഡ് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടെന്ന് ഏകദേശം മോർ ദാൻ 600 മീറ്റർ ആണ്. സീ ലെവലിൽ നിന്നും മോർ ദാൻ 600 മീറ്റർ ആണ് നമ്മുടെ ഈ ഒരു പ്ലേറ്റ്യൂവിന്റെ പെനിൻസുലാർ പ്ലേറ്റ്യൂവിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇതിലെ ഏറ്റവും വലിയ പീക്ക് നമ്മുടെ ഈ പെനിൻസുലാർ പ്ലേറ്റ്യൂവിലെ ഏറ്റവും വലിയ പീക്കാണ് ആനമുടിയാണ് ഏറ്റവും വലിയ പീക്ക്. ഈ ആനമുടി എന്ന് പറയുന്നത് ആനമലയുടെ പാർട്ടാണ്, വെസ്റ്റേൺ ഗാർഡ്സിന്റെ പാർട്ടാണ് കേട്ടോ ആനമുടി എന്ന് പറയുന്നത്. ഹൈറ്റ് എന്ന് പറയുന്നത് ഏകദേശം എന്താണ് 2695 മീറ്റർ ആണ് ആനമുടിയുടെ എന്ന് പറയുന്നത് ഹൈറ്റ്. അപ്പം പെനിൻസുലാർ പ്ലേറ്റ്യൂവിലെ ഹൈയസ്റ്റ് പീക്ക് ഏതാണ്? ആനമുടി. എത്രയാണ് ഹൈറ്റ്? 2695 മീറ്റേഴ്സ്. 2695 മീറ്റർ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. 2695 മീറ്റർ. ഓക്കെ അല്ലേ? ഇനിയും ഈ ഒരു പെനിൻസുലാർ പ്ലേറ്റ്യൂവിലുള്ള റിവേഴ്സിന്റെ കീഴിൽ മേജർ റിവേഴ്സ് ആയിട്ടുള്ള മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി പ്രധാനപ്പെട്ട നദികളാണ് കേട്ടോ. മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഇത് ആക്ച്വലി വിന്ധ്യ മൗണ്ടെയിന്റെ സൗത്തിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് കിഴക്കോട്ട് ഈസ്റ്റിലോട്ട് ഒഴുകുന്ന നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി ഒക്കെ. ഇത് ഈസ്റ്റ് വേർഡ് ആണ്. എങ്ങോട്ടാണ്? ഈസ്റ്റിലോട്ട് പോയാൽ എങ്ങോട്ട് പോകാനാണ് ചാൻസ്? ബേ ഓഫ് ബംഗാളിലാണ് ചെയ്ത് പതിക്കുന്നത്. അപ്പൊ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി തുടങ്ങിയ എല്ലാ മേജർ റിവേഴ്സും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പെനിൻസുലാർ പ്ലേറ്റ്യൂവിലുള്ള മേജർ നദികളെല്ലാം എന്താണ് ബേ ഓഫ് ബംഗാളിലാണ് എന്ത് ചെയ്യുന്നത് ഫോളോ ചെയ്യുന്നത്, ചെന്ന് പതിക്കുന്നത് ബേ ഓഫ് ബംഗാളിലാണ്. ഇന്ത്യയുടെ തെക്ക് വശത്തിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് എങ്ങോട്ട് പോകുന്നു? ബേ ഓഫ് ബംഗാളിലോട്ട് പോകുന്നു. നോക്കി, ഈസ്റ്റ് വേർഡ് ഡയറക്ഷൻ ആണ് അല്ലെ ഇത്. ഇവിടെ നിന്നാണ് സപ്പോസ് ഇങ്ങനെയാണെങ്കിൽ എന്താ ഇവിടെ നിന്ന് ഇന്ത്യയുടെ സൗത്തിൽ നിന്ന് ആരംഭിച്ച് ഈ റിവേഴ്സ് ഒക്കെ എങ്ങോട്ടാ പോകുന്നത്? ബേ ഓഫ് ബംഗാളിലോട്ടാണ് പോകുന്നത്. എന്നാൽ നർമ്മദ ആൻഡ് താപ്തി എന്ന് പറയുന്നത് സൗത്ത്, ഇന്ത്യയുടെ സൗത്തിൽ നിന്ന് ആരംഭിച്ച് എങ്ങോട്ടാ പോകുന്നറിയോ? വെസ്റ്റ് വേർഡ് ഡയറക്ഷൻ ആണ്. പടിഞ്ഞാറ് എന്നായിട്ടാണ് ഫ്ലോ ചെയ്യുന്നത്? വെസ്റ്റ് വേർഡ് ഡയറക്ഷനിലോട്ടാണ്, വെസ്റ്റിലോട്ടാണ് പോകുന്നത് നർമ്മദയും താപ്തിയും. ഈ വെസ്റ്റിലോട്ട് പോകാനുള്ള കാരണം അതിന്റെ ഡീറ്റെയിൽസ് നമ്മളിവിടെ പറയുന്നില്ല. റിഫ്റ്റ് വാലി ആണെന്ന് ആലോചിച്ച് വെക്കുക കേട്ടോ. റിഫ്റ്റ് വാലി നമ്മളിത് ഓരോ ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട് റിഫ്റ്റ് വാലിനെ പറ്റി. അപ്പൊ നർമ്മദയും താപ്തിയും വെസ്റ്റിലോട്ടാണ് മൂവ് ചെയ്യുന്നത് ബിക്കോസ് ഓഫ് റിഫ്റ്റ് വാലി ആണ് കേട്ടോ. റിഫ്റ്റ് വാലിയുടെ പ്രസൻസ് കൊണ്ടാണ് ഇവര് പടിഞ്ഞാറോട്ട് ഒഴുകുന്നത്, നർമ്മദയും താപ്തിയും. നർമ്മദയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നർമ്മദ നമ്മുടെ ഈ പെനിൻസുലാർ പ്ലേറ്റ്യൂവിനെ ആക്ച്വലി 2 പ്ലേറ്റ്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നർമ്മദ ആക്ച്വലി അതിന്റെ എന്താണ് സെൻട്രിൽ കൂടി ഡിവൈഡ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ നർമ്മദ റിവർ നമ്മുടെ ഈ പെനിൻസുലാർ പ്ലേറ്റ്യൂവിനെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ നോർത്ത് വശത്ത് ഇന്ത്യയിലെ തന്നെ ഈ റീജിയൻ ഓഫ് ഇന്ത്യയിൽ തന്നെ നമ്മൾ ഒരു മാപ്പ് നോക്കുമ്പോൾ കറക്റ്റ് ഇന്ത്യയെ തന്നെ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ റിവർ നർമ്മദ ഡിവൈഡ് ദ പ്ലേറ്റ്യൂ റീജിയൻ ഓഫ് ഇന്ത്യ ബ്രോഡ്ലി ഇൻ 2 പാർട്സ്. എങ്ങനെയാണെന്നറിയാവോ? മുകളിൽ നോർത്തേൺ സൈഡിലെ സെൻട്രൽ ഹൈലാൻഡ് എന്നും അതുപോലെ തന്നെ സദേൺ സൈഡിൽ അതിനെ ഡെക്കാൻ പ്ലേറ്റ്യൂ എന്നും പറയും. നോക്കിക്കേ, ഇപ്പം ഇതില് നർമ്മദ സെൻട്രൽ ഹൈലാൻഡ് എന്നും അതുപോലെ തന്നെ ഡെക്കാൻ പ്ലേറ്റ്യൂ എന്നും 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഡെക്കാൻ പ്ലേറ്റ്യൂ അതുപോലെ സെൻട്രൽ ഹൈലാൻഡ് എന്നും 2 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആര്? നർമ്മദ റിവർ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ആരെ ഡിവൈഡ് ചെയ്യുന്നുണ്ട്? പെനിൻസുലാർ പാർട്ട് ഓഫ് ഇന്ത്യ. ഇതിൽ സെൻട്രൽ ഹൈലാൻഡിന്റെ
പ്രധാനപ്പെട്ട പോയിന്റ്സുകൾ എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഹൈലാൻഡ് ആക്ച്വലി എവിടെയാണ്? നർമ്മദയ്ക്കും നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിനും ഇടയിലാണ്. ലൊക്കേഷൻ ഒക്കെ നമ്മൾ കൃത്യമായിരിക്കണം. സെൻട്രൽ ഹൈലാൻഡ് എന്ന് പറയുന്നത് എന്തിനു താഴെയായിരിക്കും? നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിനിന് താഴെയും നർമ്മദയ്ക്ക് മുകളിലും. നർമ്മദയാണല്ലോ ഇവരെ ഡിവൈഡ് ചെയ്യുന്നത്. ഇനിയും ആരവല്ലി എന്ന് പറയുന്നത് ഈ സെൻട്രൽ ഹൈലാൻഡിന്റെ ഏത് സൈഡിലായിട്ട് വരും? ആരവല്ലി എന്ന് പറയുന്നത് വെസ്റ്റിലായിട്ട് വരും. പടിഞ്ഞാറ് ഭാഗത്ത് ആരവല്ലിയാണ്. ഈ സെൻട്രൽ ഹൈലാൻഡിന്റെ പടിഞ്ഞാറ് ഭാഗം എന്താണ്? ആരവല്ലിയാണ്. അതേസമയത്ത് നമ്മൾ പെനിൻസുലാർ പ്ലേറ്റ് മൊത്തത്തിൽ പറയുമ്പോൾ ആരവല്ലി ലൊക്കേറ്റ് ചെയ്യുന്നത് ശരിക്കും നോർത്ത് വെസ്റ്റേൺ ഡയറക്ഷൻ ആണ്. നമുക്ക് കറക്റ്റ് വെസ്റ്റിലോട്ട് വരും. സെൻട്രൽ ഹൈലാൻഡ് മുകളിലായതുകൊണ്ട് അതിന്റെ വെസ്റ്റ് സൈഡിൽ നമുക്ക് ആരവല്ലിയെ കാണാൻ പറ്റും. നോർത്ത് വെസ്റ്റേൺ സൈഡ് ഓഫ് എന്ന് പറഞ്ഞ സെൻട്രൽ അപ്പം ആരവല്ലി ഫോം ദ വെസ്റ്റ് ആൻഡ് നോർത്ത് വെസ്റ്റേൺ. ഇവിടെ നോർത്ത് സൈഡിലും വെസ്റ്റ് സൈഡിൽ മാത്രമല്ല നോർത്ത് വെസ്റ്റ് റീജിയനും കവർ ചെയ്യുന്നുണ്ട് പെനിൻസുലാർ പ്ലേറ്റിൽ പറയുന്ന പോലെ തന്നെ. അപ്പൊ സെൻട്രൽ ഹൈലാൻഡിന്റെ നോർത്ത് വെസ്റ്റ് റീജിയനും കൂടി കവർ ചെയ്യുന്നത് ആരവല്ലിയാണ്. നമ്മൾ പറഞ്ഞു ഗുജറാത്ത് മുതൽ ഡൽഹി വരെയുള്ള ഈ ഹിൽസ് എന്ന് പറയുന്നത് ഗുജറാത്തിൽ നിന്നും രാജസ്ഥാൻ വഴി ഡൽഹിയിലോട്ട്, അങ്ങനെയാണ് ഈ ആരവല്ലി ഹിൽസ് എന്ന് പറയുന്നത്. ഈ നോർത്ത് വെസ്റ്റ് ഡയറക്ഷൻ ആണ്. ഏകദേശം ഒരു 700 കിലോമീറ്റർ ആണ് അതിന്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം ഈ സെൻട്രൽ ഹൈലാൻഡ് എന്ന് പറയുന്നത് അങ്ങ് നോർത്ത് വെസ്റ്റ് റീജിയനിൽ ആരവല്ലിയായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു എക്സ്റ്റൻഷൻ ഉണ്ട്, ഒരു ബൗണ്ടറി കീപ്പ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഈ സെൻട്രൽ ഹൈലാൻഡിലെ ഹയസ്റ്റ് പീക്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഗുരുശിഖറാണ്. അപ്പൊ സെൻട്രൽ ഹൈലാൻഡിലെ ഹയസ്റ്റ് പീക്ക് ഗുരുശിഖറാണ്. പെനിൻസുലർ പ്ലേറ്റിലെ ഏറ്റവും വലിയ പീക്ക് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആനമുടിയാണ്. പക്ഷെ സെൻട്രൽ ഹൈലാൻഡിൽ നിന്നാണ് ചോദിക്കുന്നെങ്കിൽ അത് ഗുരുശിഖറാണ്. 1722 മീറ്റർ ആണ്. 1722 മീറ്റർ ആണ്. 1722 മീറ്റർ ആണ് നമ്മൾ ആരെന്ന് പറയുന്നത്? നമ്മുടെ ഗുരുശിഖറിന്റെ എന്ന് പറയുന്നത് ഹൈറ്റ് എന്ന് പറയുന്നത്. ഇനിയും സെൻട്രൽ ഹൈലാൻഡിന്റെ വെസ്റ്റേൺ പാർട്ട് എന്ന് പറയുന്നത് മാൽവ പ്ലേറ്റു എന്നാണ് അറിയപ്പെടുന്നത്. വെസ്റ്റ് എന്ന് പറഞ്ഞാൽ എവിടെയാണ്? പടിഞ്ഞാറ്. അപ്പൊ വെസ്റ്റേൺ പാർട്ട് ഓഫ് സെൻട്രൽ ഹൈലാൻഡ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മാൽവ പ്ലേറ്റു എന്നാണ് അറിയപ്പെടുന്നത്. അപ്പൊ സെൻട്രൽ ഹൈലാൻഡിന്റെ വെസ്റ്റേൺ പാർട്ട്, സെൻട്രൽ ഹൈലാൻഡ് ആണെങ്കിൽ അതിന്റെ വെസ്റ്റേൺ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? മാൽവ പ്ലേറ്റു ആണ് കേട്ടോ. പ്ലേറ്റു ആണ്. മാൽവ പ്ലേറ്റു ആണ്. അപ്പൊ മാൽവ പ്ലേറ്റു എവിടെയാണ് കാണുന്നത്? സെൻട്രൽ ഹൈലാൻഡിന്റെ വെസ്റ്റേൺ സൈഡിലാണ് മാൽവ പ്ലേറ്റു കാണപ്പെടുന്നത്. സത്പുര, വിന്ധ്യ, ഇതിന്റെ ഇടയിലൂടെ നർമ്മദ പോകുന്നുണ്ട്. ഇത് സെൻട്രൽ ഹൈലാൻഡ്. ഇവിടെ ആരവല്ലി. ക്ലിയർ അല്ലേ? ഇവിടെ മാൽവ പ്ലേറ്റു ഓക്കെ അല്ലേ? രണ്ടില് നമ്മൾ എന്താണ്? കൊങ്കൺ മലബാർ കോസ്റ്റ് ആണ് കേട്ടോ. ഇത് കൊങ്കൺ മലബാർ കോസ്റ്റ് ആണ് ഈ വെസ്റ്റേൺ ഗാഡ്സിനോട് ചേർത്ത് കാണുന്നത്. പിന്നെ ഡെക്കാൻ പ്ലേറ്റ് ഇവിടെ കാണുന്നുണ്ട്. വിന്ധ്യ, ലാൻഡ് എലോങ് ദ വിന്ധ്യാസ് ആണ് ഈ ഫസ്റ്റിൽ കാണപ്പെടുന്ന രണ്ട്. നമ്മുടെ കൊങ്കൺ മലബാർ കോസ്റ്റ് ആണ്. മൂന്നാമത്തേത് ഈസ്റ്റേൺ ഗാഡ്സ് കോറമാൻഡൽ കോസ്റ്റ് എന്ന് പറയും. 4 ഡെക്കാൻ പ്ലേറ്റും 5 പ്ലെയിൻസ് സൗത്ത് ഓഫ് ഡെക്കാൻ ആണ് 5 എന്ന് പറയുന്നത്. ജസ്റ്റ് അതിന്റെ ഒരു okay. The part of central highland which extend to east of Malwa. മാൽവയുടെ കിഴക്കുവശം. മാൽവയുടെ കിഴക്ക് പ്ലേറ്റൂനെയാണ് ബുണ്ടൽഖണ്ഡ് എന്ന് പറയുന്നത്. അപ്പൊ മാൽവ പ്ലേറ്റുവിന്റെ ഈസ്റ്റ് കാണുന്നതാണ് ബുണ്ടൽഖണ്ഡ്. അതിന്റെ ഫെർദർ എക്സ്റ്റൻഷനെ എന്താണ്? ബാഗൽഖണ്ഡ് എന്ന് പറയാൻ പറ്റും. ബുണ്ടൽഖണ്ഡ് എന്ന് പറയുന്നത് ഈ മാൽവ പ്ലേറ്റുവിന്റെ കിഴക്ക് വശം. കിഴക്കിനെയാണ് എന്താ പറയുക? ബുണ്ടൽഖണ്ഡ്. അതുപോലെ തന്നെ ബാഗൽഖണ്ഡ് എന്ന് പറഞ്ഞത് നമ്മൾ ഓൾറെഡി പെനിൻസുലാർ പ്ലേറ്റുവിന്റെ കാര്യം പറയുമ്പോൾ അതിന്റെ ഈസ്റ്റ് സൈഡിൽ ബുണ്ടൽഖണ്ഡ് ബാഗൽഖണ്ഡൊക്കെയാണെന്ന് പറയുന്നുണ്ടായിരുന്നു. ദി ഈസ്റ്റേൺ പാർട്ട് ഓഫ് സെൻട്രൽ ഹൈലാൻഡ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യൻ പ്ലേറ്റു ആണ്. അതായത് ഈ സെൻട്രൽ ഹൈലാൻഡിന്റെ ഈ ഒരു നോർത്ത് ഈസ്റ്റേൺ പാർട്ട്, അതായത് ഈ ഒരു നോർത്ത് ഈസ്റ്റ് സൈഡിനെ നമുക്ക് ചോട്ടാ നാഗ്പൂർ എന്നാണ്. ചോട്ടാ നാഗ്പൂർ പ്ലേറ്റു എന്നാണ് പറയുന്നത്. ചോട്ടാ നാഗ്പൂർ ആണ്. അപ്പൊ നോർത്ത് ഈസ്റ്റേൺ സൈഡ് ചോട്ടാ നാഗ്പൂർ. ഈ വെസ്റ്റേൺ സൈഡ് എന്ന് പറയുന്നത് എന്താണ്? സെൻട്രൽ ഹൈലാൻഡിന്റെ വെസ്റ്റേൺ സൈഡ് മാൽവ പ്ലേറ്റു. നോർത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് ഇന്ത്യൻ പ്ലേറ്റുവിനെ നമുക്ക് ചോട്ടാ നാഗ്പൂർ പീഠഭൂമി അല്ലെങ്കിൽ ചോട്ടാ നാഗ്പൂർ പ്ലേറ്റു എന്നാണ് പറയുന്നത്. ഇത് ശരിക്കും ഈ ചോട്ടാ നാഗ്പൂർ വരുന്നത് ജാർഖണ്ഡ് അതുപോലെ തന്നെ ഒഡീഷയുടെ അഡ്ജസന്റ് പാർട്ട് വെസ്റ്റ് ബംഗാൾ ആണ്. അപ്പൊ വെസ്റ്റ് ബംഗാളും ഒഡീഷയുടെ അഡ്ജസന്റ് പാർട്ടും ജാർഖണ്ഡും കവർ ചെയ്യുന്ന ഇന്ത്യൻ പ്ലേറ്റുവിനെ അറിയപ്പെടുന്നത് ചോട്ടാ നാഗ്പൂർ ആണ്. ജാർഖണ്ഡും ഒഡീഷയുടെ കുറച്ച് ഭാഗങ്ങളും വെസ്റ്റ് ബംഗാൾ ഉൾപ്പെടുന്നത് ചോട്ടാ നാഗ്പൂർ ആണ്. ചോട്ടാ നാഗ്പൂർ ആയിട്ട് വരും.
അതിനകത്ത് എന്താണ് ഛത്തീസ്ഗഡിലും ബീഹാറിലും കുറച്ച് പോർഷൻസ് ഉണ്ട്. അപ്പൊ ജാർഖണ്ഡ്, പാർട്ട് ഓഫ് ഒഡീഷ, വെസ്റ്റ് ബംഗാൾ മെയിൻ ആയിട്ട്, പിന്നെ ബീഹാർ, ഛത്തീസ്ഗഡും എന്തുണ്ട് ആ ഛോട്ടാ നാഗ്പൂരിന്റെ ഭാഗമാണ്. അപ്പൊ ഛോട്ടാ നാഗ്പൂരിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ജാർഖണ്ഡ്, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ കൂടാതെ ബീഹാർ, ഛത്തീസ്ഗഡ് ആണ്. ദിസ് റീജിയൻ ഈസ് വെരി റിച്ച് ഇൻ മിനറൽ റിസോഴ്സസ്. ഏതൊക്കെ മിനറലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയൺ, അതേപോലെ കോൾ, അയൺ ഓറുകളുടെയും അതേപോലെ കോളിന്റെയും ഡിപ്പോസിഷൻ ഇവിടെ വളരെ കൂടുതലാണ്. എവിടെയാണ്? ഛോട്ടാ നാഗ്പൂരിൽ. ഛോട്ടാ നാഗ്പൂർ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ഒഡീഷയുടെ കുറച്ച് ഭാഗങ്ങളുമാണ് കവർ ചെയ്യുന്നത് മെയിൻലി. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സെൻട്രൽ ഹൈലാൻഡിൽ തന്നെ വെസ്റ്റ് സൈഡിലെ മാൽവാ പ്ലേറ്റും നോർത്ത് ഈസ്റ്റ് സൈഡിൽ ഛോട്ടാ നാഗ്പൂർ കവർ ചെയ്യുന്ന സ്റ്റേറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് അറിഞ്ഞിരിക്കണം. ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയണിന്റെ ഓറുകളും അതേപോലെ കോളുമാണ് ധാരാളമായിട്ട് കാണപ്പെടുന്നത്. അടുത്തത് ഡെക്കാൻ പ്ലേറ്റു, അതായത് നമ്മുടെ നർമ്മദ റിവർ സെൻട്രൽ ഹൈലാൻഡ് എന്നും ഡെക്കാൻ പ്ലേറ്റു എന്നാണ് പറഞ്ഞ് ഇന്ത്യൻ പെനിൻസുലാർ പ്ലേറ്റുവിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ഡെക്കാൻ പ്ലേറ്റു എന്ന് പറയുന്നത് ഇന്ത്യൻ പ്ലേറ്റുവിന്റെ ലാർജസ്റ്റ് പോർഷനും ഡെക്കാൻ പ്ലേറ്റ് ആണ്. ഇതിന്റെ ഒരു ട്രയാങ്കുലർ ഷേപ്പും ആണ് കേട്ടോ. ഒരു ട്രയാങ്കുലർ ഷേപ്പാണ് നമ്മുടെ ഡെക്കാൻ പ്ലേറ്റു എന്ന് പറയുന്നത്. ഒരു ട്രയാങ്കുലർ ഷേപ്പാണ്, ഓൾറെഡി ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഏരിയ എന്ന് പറയുന്നത് 7 lakh square kilometer ആണ്. ഏകദേശം ഹൈറ്റ് 500 മുതൽ 1000 മീറ്റർ, സീ ലെവലിൽ നിന്നും ഹൈറ്റ് വ്യത്യാസം ഉണ്ടാവും. 500 മുതൽ 1000 മീറ്റർ വരെ ഹൈറ്റ് ഡിഫറൻസ് ഉണ്ടാവും. വെസ്റ്റേൺ ഗാർഡ്സ് വെസ്റ്റേൺ സൈഡിലും അതേപോലെ തന്നെ എന്താണ് എന്തിന് പാരലായിട്ടാണ് വെസ്റ്റേൺ ഗാർഡ്സ് പോകുന്നത്? അറേബ്യൻ സീ കോസ്റ്റിന് പാരലായിട്ട് പോകുന്നുണ്ട്. നോർത്തേൺ പാർട്ടിൽ എന്ന് പറയുന്നത് എന്താണ്? സഹ്യാദ്രിയാണ്. അതേപോലെ തന്നെ ഹൈറ്റ് ഓഫ് സഹ്യാദ്രി എന്ന് പറയുന്നത് നോർത്തിൽ നിന്നും സൗത്തിലോട്ട് വരുമ്പോൾ സഹ്യാദ്രിയുടെ ഹൈറ്റ് കൂടുന്നുണ്ട്. അപ്പൊ നോർത്തേൺ പാർട്ടിൽ ആരാണ്? സഹ്യാദ്രിയാണ്. അതേപോലെ തന്നെ വെസ്റ്റേൺ പാർട്ടിൽ അറേബ്യൻ സീ കോസ്റ്റിന് പാരലായിട്ടുള്ള വെസ്റ്റേൺ ഗാർഡ്സ് ആണുള്ളത്. ഈസ്റ്റേൺ ഗാർഡ്സ് ആണ് സൗത്ത് വെസ്റ്റ് സൈഡിലെ കവർ ചെയ്യുന്നത്. സൗത്ത് വെസ്റ്റ് മുതൽ നോർത്ത് ഈസ്റ്റ് വരെ. താഴേന്ന് ഇതാണ്, ഇങ്ങനെയല്ലേ പോകുന്നത്? ഇങ്ങനെ പോകുന്നത് സൗത്ത് വെസ്റ്റ് ആണ്. സൗത്ത് വെസ്റ്റ്. അതുപോലെ തന്നെ എന്താണ്? നോർത്ത് ഈസ്റ്റിന്റെ കുറച്ച് ഭാഗങ്ങൾ നോർത്ത് ഈസ്റ്റും കൂടി വരും. നോർത്ത് ഈസ്റ്റ്. അപ്പം ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് എന്താണ്? പൂർവാദ്രി എന്നറിയപ്പെടും. പൂർവാദ്രി. ഈസ്റ്റേൺ ഗാർഡ്സ് പൂർവാദ്രി എന്നാണ് അറിയപ്പെടുന്നത്. ഈസ്റ്റേൺ ഗാർഡ്സും വെസ്റ്റേൺ ഗാർഡ്സും ജോയിൻ ചെയ്യുന്ന പോർഷനെയാണ് നമ്മൾ നീലഗിരി എന്ന് പറയുന്നത്. നീലഗിരി എവിടെയാ ഉള്ളത്? തമിഴ്നാട്ടിലാണുള്ളത്. നീലഗിരി ഹിൽസ് എവിടെയാണ്? തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിനെ കർണാടകയുടെയും ബോർഡർ ആയിട്ട്, മെയിൻലി തമിഴ്നാട്ടിലാണ് നമ്മൾ നീലഗിരി പറയുന്നത്. എക്സ്റ്റെൻഡ് ചെയ്യുന്ന എങ്ങോട്ടാണ്? കർണാടകത്തിലോട്ടാണ്. സോ നീലഗിരി എന്ന് പറയുന്നത് തമിഴ്നാട്ടിലും കർണാടകത്തിലുമായിട്ടാണ്. ആക്ച്വലി ഇത് എന്തിനെ തമ്മിൽ കണക്ട് ചെയ്യുന്നു? ഈസ്റ്റേൺ ഗാർഡ്സിനെയും വെസ്റ്റേൺ ഗാർഡ്സിനെയും എന്ത് ചെയ്യുന്നുണ്ട്? കണക്ട് ചെയ്യുന്നുണ്ട്. വെസ്റ്റേൺ ഗാർഡ്സ് കണ്ടിന്യൂസ് ആണ്, പക്ഷെ ഈസ്റ്റേൺ ഗാർഡ്സ് എന്താണെന്നല്ല, കണ്ടിന്യൂസ് അല്ല. അതെന്താണ്? വിട്ടുള്ള മലനിരകളാണ് എന്തെന്ന് പറയുന്നത്? വെസ്റ്റേൺ ഗാർഡ്സ്. വെസ്റ്റേൺ ഗാർഡ്സ് എന്ന് വെച്ചാൽ കണ്ടിന്യൂസ് ആണ്. ഈസ്റ്റേൺ ഗാർഡ്സ് വിട്ടുള്ള മലനിരകളാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നമ്മുടെ 2 ഫിസിയോഗ്രാഫിക് ഡിവിഷൻസ് ആണ് ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചിരുന്നത്. നോർത്തേൺ ഗ്രേറ്റ് പ്ലെയിനും അതേപോലെ തന്നെ ഇന്ത്യൻ പെനിൻസുലർ പ്ലേറ്റും ആണ് നമ്മൾ പറഞ്ഞിരുന്നത്. അതിന്റെ ക്ലാസിഫിക്കേഷനും മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളും പറ്റാവുന്നത് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. മെയിൻ ആയിട്ടുള്ള പോയിന്റ്സുകൾ പറഞ്ഞിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ബാക്കി മെയിൻ കാര്യങ്ങളും കൂടെ നമ്മൾ എന്ത് ചെയ്യും? ഉൾക്കൊള്ളിക്കും. എല്ലാ കാര്യങ്ങളും കൂടെ നമുക്ക് ഇങ്ങനെ ചെറിയ ക്ലാസ്സുകളിൽ കുത്തിക്കയറ്റാൻ പറ്റില്ല. അപ്പൊ നമ്മൾ എന്താണ് ബാക്കി നമ്മൾ പഠിക്കേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുകളിലൂടെയാണ് കേട്ടോ. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനുകൾ എടുക്കുക, എന്തൊക്കെ ചോദിച്ചിട്ടുണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തുള്ള ഫാക്റ്റുകൾ നമ്മൾ പഠിക്കാം. അങ്ങനെയാണ് GK കവർ ചെയ്യാൻ പറ്റുന്നുള്ളത്. ഡൗട്ട് ഉള്ളതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നോക്കി വേണം പോകാനായിട്ട്. എല്ലാം കംപ്ലീറ്റ് പഠിച്ചുകൊണ്ടല്ല പോകുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിലെ ക്വസ്റ്റ്യൻ പാറ്റേണുകൾ മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കാനായിട്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് ഉദ്ദേശിച്ചത്. അത് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവർക്കും അടുത്തൊരു പാർട്ടിലൂടെ നമുക്കിതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരും. ഓക്കെ.